കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ ലോട്ടറി കടയിൽ മോഷണം. 25ഓളം ടിക്കറ്റുകളാണ് മോഷ്ടാവ് കിശയിലാക്കിയത്. ഒരു മാസം മുൻപ് ജയിലിൽ നിന്നിറങ്ങിയ ആളാണ് മോഷണം നടത്തിയതെന്നാണ് സംശയം. ദൃശ്യങ്ങൾ കാണാം. പ്രദീപ് നാരായണൻ ഞങ്ങളുടെ പ്രതിനിധി ഉണ്ടാകും വിവരങ്ങളുമായി. പ്രദീപ് നാരായണൻ ഉണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, ഈ ലോട്ടറി കടയിൽ എത്തി എന്തോ ഒന്ന് ചോദിച്ച ശേഷം പിന്നീട് ആ 25 ലോട്ടറി മടക്കി പോക്കറ്റിൽ വെക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതാരാണ്, എന്താണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? CCTV ദൃശ്യങ്ങളുണ്ടല്ലോ. പോലീസ് എന്ത് പറയുന്നു? ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വെള്ളരിക്കുണ്ട് നഗരത്തിലെ പെരുമാൾ ലോട്ടറി ഏജൻസിയിൽ വെച്ച് ഇങ്ങനെ ലോട്ടറി ടിക്കറ്റുകൾ കൂട്ടത്തോടെ മോഷണം പോകുന്ന അല്ലെങ്കിൽ കൈക്കലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഇത് പ്രകാരം പോലീസ് അനുമാനിക്കുന്നത് ഒരു മാസം മുൻപ് മോഷണക്കുറ്റത്തിന് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നീലേശ്വരം എടത്തോട് സ്വദേശിയാണ് ഈ മോഷണം നടത്തിയതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. അതുപ്രകാരം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. 18ഓളം, അതായത് ഇന്ന് നറുക്കെടുക്കേണ്ടിയിരുന്ന 18ഓളം ടിക്കറ്റുകളാണ്, ഒറ്റ സ്റ്റാപ്പിൾ ചെയ്ത് വെച്ച ടിക്കറ്റുകളാണ് ഈ കടക്കാരൻ അകത്തോട്ട് ജസ്റ്റ് മാറുന്ന സമയത്താണ് കൈക്കലാക്കുന്നത്. അദ്ദേഹത്തോട് എന്തോ ചോദിക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ മോഷ്ടാവ് കുറച്ച് കടയുടെ അരികിലേക്ക് മാറിപ്പോകുന്നു. ഇതിനുശേഷമാണ് ഈ ലോട്ടറി ടിക്കറ്റുകൾ കൈക്കലാക്കി പോക്കറ്റിലേക്ക് മടക്കി വെച്ച് അദ്ദേഹം മടക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീടും ഈ കടക്കാരൻ ഈ ലോട്ടറി നഷ്ടമായത് അറിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെയോട് കൂടിയാണ് ലോട്ടറിയുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നപ്പോഴാണ് ഇങ്ങനെ ഉള്ള CCTV ദൃശ്യം പരിശോധിച്ചതും ഈ ഒരു മോഷണ ദൃശ്യം പുറത്തു വന്നതും. എന്തായാലും വെള്ളരിക്കുണ്ട് പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. GK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.